ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എവിടെയാണ് വന്നതെന്ന് അറിയോ? ഇതാണ് ലുലു മാൾ കേട്ടോ. ഞാനും ഐശുകുട്ടിയും ചേട്ടനായിട്ട് ഇന്ന് ലുലു മാളിൽ വന്നപ്പോൾ തന്നെ ഇവിടെ 2 കാറ് ഡിസ്പ്ലേ ഇട്ടിരുന്നേ. അങ്ങനെ ഞാനും ഐശുവായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തേ. ഐശു ആണെങ്കിൽ അവിടെ നിന്ന് നിൽക്കണില്ല, താഴോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് ഏതാണെന്ന് ഏത് ബ്രാൻഡാണെന്ന് അറിഞ്ഞൂടെ കേട്ടോ. അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യേ. ഇവിടെ കണ്ടോ, ട്രെയിൻ പോലത്തെ ഒരു ഇത് കിടക്കുന്നു. എന്നിട്ട് ഞങ്ങളിതിൽ കയറിയില്ല കേട്ടോ. ഞാനും ഐശുകുട്ടിയും കൂടി ഇതിൽ എന്താണ് സംഭവം നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നേ. അതിനകത്ത് ഇരിക്കാനൊക്കെ ഉള്ള സ്പേസ് അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഏട്ടനുമായിട്ട് അങ്ങോട്ട് നടക്കാൻ വന്ന് ഏട്ടൻ എടുത്തത് ഐശു താഴോട്ട് പോകാൻ വേണ്ടി ചാടിക്കൊണ്ടിരുന്നേ. ഐശുവിന് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നടക്കണേന് ഇഷ്ടം കേട്ടോ. ആരും എടുക്കണേന്നും ഇഷ്ടമില്ല. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് ഐശുകുട്ടീനെ കൂട്ടാം. എടുത്ത് ബുദ്ധിമുട്ടുണ്ടല്ലോ, ഐശു നടന്നോളും തന്നെ. ഇങ്ങനെ ഇവിടുത്തെ സ്പേസ് കാണുമ്പോൾ ആൾക്ക് ഓടിച്ചാടി നടക്കണം. അത് കൊള്ളാമല്ലേ ഐശുവിന് അങ്ങനെ ഒരു സ്വഭാവമുള്ളത്. എന്തായാലും അത് നന്നായി. എടുത്ത് പാടുപെടേണ്ട ആവശ്യമില്ല ഐശുകുട്ടീന്. ആൾ ഫ്രീ ആയിട്ട് താഴെ കിടന്ന് നടന്നോളും. ഇന്ന് സൺഡേ ഉണ്ട്, നല്ല തിരക്കായിരുന്നു കേട്ടോ. വന്നപ്പം എല്ലാവരും ഫാമിലിയും ഫ്രണ്ട്സും ആയിട്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ 2 ട്രീ ഉണ്ട്, നല്ല നാച്ചുറൽ ലുക്കിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പക്ഷെ അത് പ്ലാസ്റ്റിക്കാണ്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ എല്ലാ സാധനവും ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇതിന് മുന്നേ വന്നപ്പോൾ ഇവിടെ നിന്ന് ഡയമണ്ട് ഒരു മൂക്കുത്തി വാങ്ങിച്ചായിരുന്നു, കൊള്ളായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറി. ഇവിടെ കാണാൻ എന്ത് ഭംഗിയല്ലേ. ആ ഒരു ലൈറ്റ് ഇട്ടായാലും എന്ത് വാങ്ങാൻ നമുക്ക് പെട്ടെന്ന് അട്രാക്റ്റീവ് ആവും കേട്ടോ. ഇവിടെ നിന്ന് ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ ലുലു മാളിൽ. ചുമ്മാ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ ഇവിടെയൊക്കെ വരുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരാറുണ്ട്. എന്താ ഭംഗിയല്ലേ ഇവിടെ കാണാൻ. പിന്നെ നല്ല സൂപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഐശുകുട്ടിയാണെ നോക്കി കണ്ണാടി ചില്ലിൽ കൂടി താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങോട്ട് വിളിച്ചിട്ട് വരുന്നത് കൂടി ഇല്ല കേട്ടോ. ഐശു അതിലോട്ട് കൂടി താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ കൊച്ചു പിള്ളേരൊക്കെ നടക്കുകയായിരുന്നു. അതായിരിക്കും ഐശുകുട്ടി അങ്ങനെ നോക്കിക്കൊണ്ട് പോവാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വരുന്ന കൂടി ഇല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഐശുകുട്ടീനായിട്ട് അതൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ലേ അവർക്ക് അതൊക്കെ കാണുമ്പോൾ. പിന്നെ അവളെ ഇഷ്ടത്തിന് ഞങ്ങളങ്ങ് വിട്ടുകൊടുത്ത് കുറച്ച് നേരം നിന്ന് നോക്കട്ടെ. അങ്ങനെ ഐശുകുട്ടി അതൊക്കെ നോക്കിയിട്ട് ഇപ്പുറത്ത് ഒരു കണ്ണാടിയുടെ അടുത്ത് വന്നായിരുന്നേ. അതിന് അവിടെ ഒരു പ്രതിമ നിൽക്കാനായിട്ട് അതിന് നോക്കിക്കൊണ്ടിരുന്നേ. നിന്നിട്ടാണെങ്കിൽ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നിട്ട് അത് ഉള്ളിൽ തൊടാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ശ്രമിച്ച സമയത്ത് ഐശുകുട്ടിയുടെ തല ഒന്ന് ചെറുതായിട്ട് ഇടിച്ചു കേട്ടോ. പക്ഷെ വേദനിച്ചില്ലെന്ന് തോന്നുന്നു, ആൾ കരഞ്ഞൊന്നുമില്ല. അങ്ങനെ ആ ഇടിയിൽ എങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് പെട്ടെന്ന് തിരിച്ച് നടന്നു വന്നു കേട്ടോ. ഇപ്പോഴാണ് തല ഇടിച്ചത്. അയ്യോ കുഴപ്പമില്ല കേട്ടോ. അത് ആ പാർട്ടി വേറെ ലാച്ചയൊക്കെ കിടപ്പുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞങ്ങളിതൊക്കെ നോക്കി ഓരോ കടയിലും നോക്കി അങ്ങനെ നടക്കുകയായിരുന്നേ. നല്ല ഒരു വൈബാണ് കേട്ടോ ഇവിടെ നടക്കുമ്പോൾ. കാണാൻ തന്നെ എന്ത് ക്യൂട്ടായിട്ട് ആ ഡ്രസ്സൊക്കെ അവർ അത് വെയർ ചെയ്തിരിക്കണം നോക്കിയേ. നല്ല ഭംഗിയുണ്ടല്ലേ. ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാനും ചേട്ടനും ഐശുവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയായിരുന്നു. കാണാൻ തന്നെ ഒരു നല്ല ഭംഗിക്ക് അവരെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫുഡിൻ്റെ ഐറ്റംസ് ആയാലും ആ ഒരു ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ആയാലും എല്ലാം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതലും ഐശു കൊച്ചു കുട്ടികളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അത് കൊള്ളാം. അവരെ കൂടെ എന്നിട്ട് എൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് എന്നെ കൊണ്ട് പോവുകയാണ് കേട്ടോ. ആൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. അതിന് എടുക്കുകയെന്ന് വേണ്ട, ചുമ്മാ അങ്ങ് നടന്നോളൂ. അതിന് ഞങ്ങൾ എവിടെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഈ ഡ്രസ്സ് നല്ല രസമുണ്ടല്ലേ. എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ആ ഒരു കളർ വേണം തോന്നുന്നു, നല്ല ഭംഗിയുണ്ട്. ആ കോട്ടും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. അങ്ങനെ ഐശു ഉള്ളിലോട്ട് കയറാൻ വേണ്ടി എന്നെ വലിച്ചുകൊണ്ട് പോയായിരുന്നേ. ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചേ. ആ ഇത് നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് കണ്ടോ ഫ്രണ്ട്സ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതെന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. എനിക്കൊന്നും മനസ്സിലായില്ല, നോക്കി വന്നു. ഐശുവാണ് ഇതാ ഇവിടെ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടപ്പുണ്ട്. നമ്മൾ പിന്നെ ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പാരഗണിലോട്ട് കയറി കേട്ടോ.
അങ്ങനെ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. എനിക്ക് എപ്പോഴും ഇഷ്ടം കഴിക്കാൻ ബിരിയാണിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം ബിരിയാണിയാണ്. അങ്ങനെ ഐശുവിന് ബിരിയാണി വായി വെച്ച് കൊടുത്തേ. സൂപ്പറെന്ന് പറയാൻ പിന്നെ ആൾ ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ട് എനിക്ക് തരാൻ വേണ്ടി പോയേ. അങ്ങനെ അത് വാങ്ങിച്ചിട്ട് സൂപ്പറെന്ന് പറയാൻ പറഞ്ഞപ്പോൾ ആൾ ടിഷ്യൂ പേപ്പറിൽ അങ്ങോട്ട് ലയിച്ചിരിക്കുകയായിരുന്നു. കൊള്ളായിരുന്നു കേട്ടോ, ഫുഡ് കൊള്ളായിരുന്നു. പിന്നെ KFC ഒക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഇതാ ഈ റൈഡ് കണ്ടോ, നല്ലൊരു കൊള്ളാല്ലേ, നല്ലൊരു വൈബ് അത് കാണുമ്പോൾ. ആൾക്കാരൊക്കെ റൈഡിലൊക്കെ കയറുന്നുണ്ടേ. ഐശുകുട്ടി പിന്നെ അതാ കൈയും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടപ്പുണ്ട്. ബുക്സ് ഐറ്റംസൊക്കെ ഒരുപാടുണ്ട് കേട്ടോ, ന്യൂ കളക്ഷൻസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കണ്ടപ്പോൾ. അങ്ങനെ ഐശു ആണെങ്കിൽ ഉള്ളിലോട്ട് കയറാൻ ഓരോ ഷോപ്പ് കാണുമ്പോഴേ ഐശുവിന് ഉള്ളിലോട്ട് കയറാനാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോയായിരുന്നു. ഞാൻ പിന്നെ വേണ്ട നമുക്ക് ഇങ്ങോട്ട് പോകുന്നതിലോട്ട് ഇങ്ങോട്ട് വലിച്ചിട്ട് തന്നെ. കൊള്ളാം കേട്ടോ, ഇവിടെ എല്ലാം ഉണ്ട്, എല്ലാ എക്യുപ്മെൻറ്റ്സ് ഇവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ. അങ്ങനെ ഞാനും ഐശുകുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയായിരുന്നു. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ആ ഒരു എല്ലാം ഒരു എന്താ പറയുക, എല്ലാം നല്ലൊരു വെറൈറ്റി ഉണ്ട് കാണാൻ. ഫുഡൊക്കെ നല്ല കൊള്ളാം കേട്ടോ. ഐസ്ക്രീം ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചു ഞങ്ങൾ. ഐശുകുട്ടീനെ കാണിക്കാതെയൊക്കെയാണ് കുടിച്ചത്. ആൾക്ക് അന്ന് ജലദോഷം വന്നിട്ട് അത് ചെറിയതായിട്ടൊരു ഇതുണ്ട്, അതുകൊണ്ട് ആളിന് തണുപ്പൊന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതിന് മോക്ക് കൊടുത്തില്ല കേട്ടോ. ഇവിടെ കണ്ടോ കുറേ ടോയ്സൊക്കെ, ഇതൊക്കെ കണ്ടിട്ട് ഐശുകുട്ടി അങ്ങോട്ട് വലിച്ചു കേട്ടോ. വീട്ടിൽ ഒരുപാട് കിടപ്പുണ്ട്, അതുകൊണ്ട് പിന്നെ ടോയ്സ് ഒന്നും വാങ്ങാൻ നിന്നില്ലേ. ഈ റൈഡ് കണ്ടോ, ഫൺ റൈഡാണ് ഇത്. ഇവിടെ ആൾക്കാരെ കയറുന്നുണ്ട്. അങ്ങനെ ഞാനും കണ്ടപ്പോൾ ചേട്ടനോട് പറയാൻ പോയായിരുന്നു, നമുക്കൊന്ന് കയറിയാലോ. പിന്നെ വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഐശു ഉണ്ടല്ലോ, അവൾ ഇത്തിരി കൊച്ചല്ലേ, അതിലൊക്കെ കയറുമ്പോൾ ചിലപ്പോൾ പേടിയായാലോ. അങ്ങനെ അത് കയറിയില്ല കേട്ടോ. ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു എന്താണ് സംഭവം. കൊള്ളാം കേട്ടോ, അത് എല്ലാ ആൾക്കാരൊക്കെ കയറുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു കൊച്ചു പിള്ളേരെ അട്രാക്ട് ചെയ്യാണ്ട് കളറും ആ ലൈറ്റൊക്കെ കൊടുത്തിരിക്കുന്നുണ്ടോ, നല്ല ഭംഗിക്ക്. കൊള്ളായിരുന്നു കേട്ടോ, നല്ല ഇതായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. കൊച്ചുകുട്ടികളൊക്കെ ചെറിയ കൊച്ചുകുട്ടികളൊക്കെ ചെറുതായിട്ട് അത് ചെറുതിലൊക്കെ കയറുന്നുണ്ട്. ഞാൻ ഐശുകുട്ടി അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ വേണ്ടുമ്പോഴും അങ്ങോട്ട് പോകണ്ട, നമുക്ക് അങ്ങോട്ട് വേറെ കാണാനൊക്കെ ഉദ്ദേശിച്ചാണ് ഇതൊക്കെ ഉണ്ടെന്ന് വേണ്ടിയിട്ട് പയ്യെ നൈസിൽ ഐശുകുട്ടിനോടൊന്ന് ഭക്ഷണം നോക്കിയത്. എന്തായാലും കൊള്ളായിരുന്നു നല്ല. ഇതൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത സമയത്ത് ഇതില്ലായിരുന്നു, ഇതിപ്പോഴാണ് ഇത് കൊണ്ടുവന്നു തോന്നുന്നു. കൊള്ളല്ലേ, നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ് ഇത് കണ്ടിട്ട്? ഇടയ്ക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ കൊച്ചുകുട്ടി മക്കളൊക്കെ കൊണ്ട് കയറുന്നു കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ഗെയിം എന്തുവാണ് കേട്ടോ, ഇതിന് ഗെയിം കളിച്ചാൽ നമുക്ക് ടോയ്സ് കിട്ടും. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. എല്ലാം കൊള്ളായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. ആ ഒരു കളറിൻ്റെ വൈബായാലും എല്ലാം നല്ല ഫുഡ് ഐറ്റംസും എല്ലാ ആൾക്കാരൊക്കെ കണ്ടായിരുന്നു കഴിക്കുന്നത്. ഞങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നു. ഇനി താഴോട്ട് പോകാനും പോയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പർച്ചേസ് ചെയ്യാനൊന്നുമില്ല. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എന്നെ ഫോളോയും കൂടി ചെയ്യണേ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ കാണാം.